റൈമോളിന് സ്കൂളിലേക്ക് പറഞ്ഞയച്ച് വന്നതും നല്ല മഴയായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു പൂതി, നല്ല ചൂട് ബീഫ് ബിരിയാണി കഴിക്കാനായി. പിന്നെ ഒന്നും നോക്കിയില്ല, ഫ്രീസറിലുള്ള ബീഫ് എടുത്ത് വെള്ളത്തിലോട്ട്. രാവിലത്തെ തിരക്ക് കഴിഞ്ഞ് കിച്ചൺ ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. ക്യാമറ കണ്ടപ്പോൾ തനിമോൾ ഓരോ പോസും കാട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഗ്യാസ് ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർത്തിയെടുത്ത് നന്നായി തന്നെ ഉരച്ച് വൃത്തിയാക്കി കഴിഞ്ഞു. വൃത്തികേടായി കടന്നു കഴിഞ്ഞാൽ പണിയെടുക്കാൻ ഒരു ഗുമ്മുണ്ടാവില്ല. ക്ലീനിങ് കഴിഞ്ഞ് കുക്കിംഗ് തുടങ്ങിയാലേ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അങ്ങനെ പെട്ടെന്ന് ബീഫൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പാകത്തിന് വെള്ളവും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ബീഫ് വേകുന്ന സമയം കൊണ്ട് തക്കാളി, പച്ചമുളക്, ഉള്ളി എന്നിവ ഒന്ന് നേരാക്കി എടുക്കണം. അങ്ങനെ കരഞ്ഞിയ കണ്ണുമായിട്ട് ഞാനിതാ ആ പരിപാടി കഴിച്ചെടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഉള്ളി തൊലിച്ചെടുത്തു എന്ന് തന്നെ പറയാം. അങ്ങനെ ഇതാ എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ബീഫൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്ന് വലിയ പീസ് നോക്കി ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ബീഫ് ഫ്രൈ റെഡിയാക്കി എടുക്കാനാണ്. അതിനുള്ള മസാലയും കൂട്ടി വെച്ചു. ഇനി ഇതാ ചോറ് വെക്കാനുള്ള പുറപ്പാടാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റാവുത്തർ ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. എന്താകും എന്ന് അവസാനം കണ്ടറിയാം. പിന്നെ ഇതിലേക്ക് തൈര്, പുതിനയില ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടുന്ന ബിരിയാണിയാണ്. അങ്ങനെ ചോറ് ദമ്മാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് ഫ്രൈ റെഡിയാക്കി എടുക്കണം. അതിലേക്ക് പച്ചമുളകും കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മഴ കുറച്ചു നേരം സ്റ്റോപ്പായി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും കഴിക്കുന്ന സമയമായപ്പോൾ നല്ല മഴയായിരുന്നു. കരിമോള് മഴയത്ത് കളിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ നല്ല മഴയും നല്ല ചൂട് ബീഫ് ഫ്രൈയും ചൂട് ബീഫ് ബിരിയാണിയും തൈരും അച്ചാറും കൂട്ടിയിട്ട് ഞങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ ഇതിൽ റൈമോളില്ല കേട്ടോ. റൈമോൾ സ്കൂളിലേക്ക് പോയി. അവള് സ്കൂൾ വിട്ട് വന്നിട്ടേ അവള് കഴിക്കുകയുള്ളൂ. പിന്നെ ബീഫ് ബിരിയാണിന്റെ റിവ്യൂ പറഞ്ഞല്ലോ. എന്തായാലും അടിപൊളിയാണെന്ന് മുജിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ.